നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇന്നായിരുന്നു അവസാന ഘട്ടം. അത് പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രവചനങ്ങൾ, പലതരത്തിലുള്ള കണക്കെടുപ്പുകൾ നടക്കുന്നു. എങ്കിലും മെയ് 4-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ശേഷമുള്ള വോട്ടെണ്ണൽ, ആ വോട്ടെണ്ണലോടുകൂടിയാണ് കൃത്യമായി ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക, ആരാണ് ഭരിക്കുക, ആരൊക്കെയാണ് ഭരണത്തിൽ തിരിച്ചു വരിക തുടങ്ങിയ കാര്യങ്ങൾ അറിയാനാവുകയുള്ളൂ. പക്ഷേ രസകരമായ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ഈ രണ്ടും ആയിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന്. ആസാമിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവിടെ വീണ്ടും BJP അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് വലിയ തർക്കമൊന്നുമില്ല. പിന്നെ തമിഴ്നാട്ടിലെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധ്യത നിലവിലില്ല. എങ്കിലും അവിടെ NDAക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം അവിടെയും ഒരു വോട്ടിന്റെ ശതമാനത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതിനാൽ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതേസമയം ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് വളരെ നിർണായകമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾ എന്നും പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അവിടെയാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അവിടെയായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. അതിനിടയ്ക്ക് ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വന്നു. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPക്ക് വൻ മുന്നേറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അവിടെ BJP അധികാരത്തിലെത്തിയിരിക്കുന്നു. അതോടൊപ്പം ആം ആദ്മിയിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടുകൂടി MP-മാർ രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. പഞ്ചാബിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാറ്റം അതുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ചേർന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോഴാണ് ഈ BJPയിലേക്ക് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചേർച്ച ഉണ്ടായത്. കേന്ദ്രത്തിലെ വാജ്പേയി ഗവൺമെന്റിന്റെ ഉണ്ടായപ്പോൾ ആദ്യമായിട്ടൊരു സഖ്യകക്ഷി സർക്കാർ അവരുണ്ടാക്കി. ആ സഖ്യത്തിലേക്ക് ചേരുവാൻ വേണ്ടി ആൾക്കാർ ചെന്നപ്പോൾ ഉണ്ടായ വലിയ മാറ്റം, അതിൽ തമിഴ്നാട്ടിൽ നിന്ന് ജയലളിതയുടെ ADMK, ആന്ധ്രയിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ TDP, ദേശീയ ശ്രദ്ധ ആകർഷിച്ച വലിയ സംഭവമായിരുന്നു നാഷണൽ കോൺഫറൻസ്, ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് വാജ്പേയി ഗവൺമെന്റിന് പിന്തുണ കൊടുത്തത്. അങ്ങനെ പലതരത്തിലുള്ള വലിയ ആക്ടിവിറ്റി ഉണ്ടായി. അന്ന് ഏറ്റവും കൂടുതൽ രസകരമായി ചർച്ച ഉണ്ടായിരുന്ന ഒരു കാര്യം, BJPക്ക് 3 താകൾ, ലളിത, മമത, സമത, ഈ 3 താകൾ BJPക്ക് ഉണ്ടാക്കുന്ന വലിയ തലവേദന. ശരിയായിരുന്നു. സമതാ പാർട്ടി, ജോർജ് ഫെർണാണ്ടസിന്റെ പാർട്ടി സമതാ പാർട്ടി എന്ന് നിതീഷ് കുമാർ കൂടെ ഉണ്ടായിരുന്നു. നിതീഷ് കുമാറും ജോർജ് ഫെർണാണ്ടസും തമ്മിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഈ BJPയുള്ള സഹകരണത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അതിപ്പോഴും തലവേദന. BJP ആണെങ്കിൽ, വാജ്പേയി ഗവൺമെന്റ് ആണെങ്കിൽ വളരെ ഒപ്പിച്ചു കഴിഞ്ഞു പോയ, കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടി കഴിഞ്ഞു പോയ ഒരു ഗവൺമെന്റ് കൂടിയായിരുന്ന സമയത്ത് ഈ 3 പാർട്ടികൾ, ജയലളിതയുടെ MDMKയും മമതാ ബാനർജി TMCയും നിതീഷ് കുമാറിന്റെയും ജോർജ് ഫെർണാണ്ടസിന്റെയും നേതൃത്വത്തിലുള്ള സമതാ പാർട്ടിയും, അത് പിന്നീട് സമതാ പാർട്ടി പിന്നീട് മാറിയിട്ട് JDU, യുണൈറ്റഡ് ജനതാദൾ എന്ന് പറയുന്ന ഐക്യ ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയായി മാറുകയൊക്കെ ചെയ്തത് രസകരമായ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. തമിഴ്നാട്ടിലെ ജയലളിത, ബംഗാളിൽ നിന്ന് മമതാ ബാനർജി, ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ, ഒറീസയിൽ നിന്ന് നവീൻ പട്നായിക്, ആന്ധ്രയിൽ നിന്ന് ചന്ദ്രബാബു നായിഡു, അസാമിൽ നിന്ന് പ്രഫുല്ലകുമാർ മൊഹന്ത, കർണാടകത്തിൽ നിന്ന് HD കുമാരസ്വാമി, UPയിൽ നിന്ന് രാംവിലാസ് പാസ്വാൻ, UPയിൽ നിന്ന് തന്നെ മായാവതി, അവിടെ തന്നെ അജിത് സിംഗ്, ഇങ്ങനെ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ചെറിയ വലിയ പാർട്ടികൾ എന്നാണ് അതിനെ പറയാനായിട്ട്. എന്നുവെച്ചാൽ ഒരേ സമയം അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായ സ്ഥാനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതത് പ്രദേശങ്ങളിൽ പ്രാദേശികമായ വലിയ ശക്തിയുള്ള പാർട്ടിയുമായിരുന്നു. അങ്ങനെ ഈ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാർ BJPയോട് സഹകരിക്കുകയും BJPയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന മമതാ ബാനർജി, ആ മമതാ ബാനർജി BJPയുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമുണ്ട്. ആ രാഷ്ട്രീയ നേട്ടമാണ് അത് വെസ്റ്റ് ബംഗാളിൽ ഇന്ന് മമതാ ബാനർജിയുടെ അധികാരത്തിന്റെ, ഭരണത്തിന്റെ, തുടർഭരണത്തിന്റെയൊക്കെ കാരണമായി തീർന്നത്. ആ കാരണമാണ് അതാണ്. അന്ന് BJP NDA എന്ന സങ്കല്പത്തിൽ വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ പ്രവർത്തനം, ആ പ്രവർത്തനത്തെ അതിജീവിക്കാൻ വേണ്ടി BJPയും NDAയും ചേർന്ന് മമതാ ബാനർജിക്ക് വേണ്ടി മമതാ ബാനർജിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്ത ചില പ്രവർത്തനങ്ങൾ, ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സമരങ്ങൾ, സഹന സമരങ്ങൾ, ആ സമരങ്ങളാണ് മമതാ ബാനർജിയെ ഒരു ദേശീയ തലത്തിലുള്ള നേതാവാക്കി, ബംഗാളിന്റെ നേതാവാക്കി മാറ്റിയത്. ആ മമതാ ബാനർജിയാണ് ഇന്ന് BJPക്ക് എതിരെ നിൽക്കുന്നത്. പക്ഷെ ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാരില്ല, ബാക്കി അന്ന് ഒപ്പം കൂടിയ ആൾക്കാരില്ല ഇപ്പോൾ BJPയുടെ വലിയ പിന്തുണക്കാരും BJPയുടെ അനുഭാവികളും BJPയുടെ സഖ്യ കക്ഷികളുമാണ്. അവിടെ ഉണ്ടായ മറ്റൊരു തമാശയല്ല, മറ്റൊരു ഗൗരവമായ കാര്യം, അതാണ് ഇന്ന് ബംഗാളിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് അടിത്തറയായിരിക്കുന്നത്. BJPയുടെ ആ പ്രവർത്തനത്തെ അന്നും ഇന്നും
പ്രകീർത്തിക്കുകയും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളാണ് ബി ജെ പിക്ക് ഇന്ന് അവിടുത്തെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സുവേന്ദു അധികാരി. അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. മമതാ ബാനർജി ബി ജെ പിയുടെ ഒപ്പം പ്രവർത്തിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയം, ബി ജെ പിയുടെ രാഷ്ട്രീയം ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയായി തീരാം, എങ്ങനെയൊക്കെ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ബി ജെ പിയുടെ നിലപാടും അതിന്റെ തന്ത്രങ്ങളും മനസ്സിലാക്കി അതെല്ലാം ആവിഷ്കരിക്കുന്ന മമതാ ബാനർജിയോടൊപ്പം നിന്ന് അവിടുന്ന് വഴിപിരിഞ്ഞ് ബി ജെ പിയിലെത്തിയിരിക്കുന്ന സുവേന്ദു അധികാരി. അപ്പോൾ ഈ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയം, അത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തിന്റെ എല്ലാ കളികളും മനസ്സിലാക്കിയിട്ടുള്ള സുവേന്ദു അധികാരി, ബി ജെ പിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ള മമതാ ബാനർജി, ഇപ്പോൾ ബി ജെ പിയുടെ സപ്പോർട്ടോടുകൂടി മമതാ ബാനർജിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന സുവേന്ദു അധികാരി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് ഇന്നിപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ബംഗാളിൽ അക്രമം നടക്കുന്നുണ്ട്. ആ അക്രമികളെ അതുപോലെ തന്നെ നേരിടുവാനുള്ള മറുഭാഗത്തുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. ബംഗാൾ ഒരു യുദ്ധഭൂമിയാണ്, രാഷ്ട്രീയ യുദ്ധഭൂമിയാണ്. ഈ 4 സംസ്ഥാനങ്ങളിലെ, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, 5 സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് 4-ാം തീയതി കാത്തിരിക്കാം. ഒപ്പം കേരളത്തിൽ NDA BJP ഏറ്റവും ശക്തമായ ഒരു അവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ഘട്ടമാണിത്. ആ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കുവാൻ വേണ്ടി പതിവായി ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ സഖ്യം, അത് UDFും LDFും തമ്മിൽ നടത്തിയിരുന്ന രാഷ്ട്രീയ രഹസ്യധാരണ, അതൊക്കെ ഈ പ്രാവശ്യം എത്രമാത്രം NDAയ്ക്കും എങ്ങനെ ആ സംയുക്ത പ്രവർത്തനത്തെ മറികടക്കാനാകും എന്നുള്ളതൊക്കെ വളരെ നിർണായകമാണ്. കേരളവും ബംഗാളും ഈ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് 4-ാം തീയതി നമുക്കറിയാനാവും. പക്ഷേ ആ 4-ാം തീയതി അതറിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി അതിൻ്റെ പശ്ചാത്തലമായി കാണേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.